പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇന്ന് എന്നോടൊപ്പമുള്ളത് നമുക്ക് ഏവർക്കും സുപരിചിതനായ സമൂഹൽ സാറാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, ആര്യന്മാർ ആരാണ്, അവർ എവിടെ നിന്നും വന്നു? ഇതിന്റെ ഉത്തരമാണ് ഇന്ന് സാറ് എന്റെ മാന്യ പ്രേക്ഷകർക്ക് നൽകേണ്ടത്. ആര്യന്മാരെ കുറിച്ച് അവര് ആരാണ്, അവർ എവിടെ നിന്ന് പുറപ്പെട്ടു, ഇവിടെ വന്നവരാണോ ഇവിടെ ഉള്ളവരാണോ അറിയണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടുള്ളൊരു ചോദ്യമാണ് ഉന്നയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതിന് ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആര്യന്മാരെ കുറിച്ച് പലരും പല അഭിപ്രായമാണ് പറഞ്ഞിട്ടുള്ളത്. ആര്യന്മാര് ധ്രുവപ്രദേശത്ത് നിന്ന് വന്നവരാണെന്ന് പറയുന്നുണ്ട് ചിലർ. ആര്യന്മാർ ഇന്ത്യയിൽ തന്നെ ജനിച്ചവരാണ്, അവരുടെ ഉത്ഭവം ഇവിടെ തന്നെയാണെന്ന് പറയുന്നവരുണ്ട്. മധ്യേഷ്യയിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്നവരാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പലരും പല അഭിപ്രായം പറയുന്നു. ആര്യന്മാരുടെ ഉറവിടം എന്ന് പറയുന്നത് ഇന്ത്യ അല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതെങ്ങനെ ആണെന്ന് ചോദിച്ചാൽ അവരുടെ ഭാഷ, അവരുടെ മതവിശ്വാസം, അവരുടെ പാരമ്പര്യം, അവരുടെ നാമം, ഇതോരോന്നും എടുത്ത് പരിശോധിച്ചാൽ അവര് ഇവിടുത്തുകാരല്ല എന്ന് പറയേണ്ടതായിട്ട് നമുക്ക് വരും. ഒന്നാമതായിട്ട് അവരുടെ പേര് നമുക്കെടുക്കാം. ആര്യന്മാർ എന്നുള്ള പേര് അവര് സ്വയം ഇന്ത്യക്കാരെന്ന് പറയുന്നില്ല, അവരാര്യന്മാരെന്നാണ് പറയുന്നത്. ആര്യൻ എന്നുള്ള പദം ഇറാനിയൻ എന്നുള്ള പദത്തിൽ നിന്നുണ്ടായ ഇറാൻ രാജ്യത്തിന്റെ ആദ്യത്തെ പേര് ആര്യൻ എന്നായിരുന്നു. അപ്പോ ഞങ്ങൾ ആര്യന്മാരാണെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം ഞങ്ങൾ ഇറാൻകാരാണെന്നാണ്. ആ പേരുകൊണ്ട് തന്നെ ഇന്ത്യക്കാരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അവരുടെ പാരമ്പര്യം പറയുമ്പോൾ അവരെവിടെ നിന്ന് വന്നു എന്ന് പറയുമ്പോൾ അവരുടെ മതം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അവരുടെ മതമല്ലെങ്കിൽ അവരുടെ വിശ്വാസം എന്ന് പറയുന്നത് അവര് സൂര്യ നമസ്കാരികളാണ്, ബാൽ ആരാധനക്കാരാണ്. ബാലാരാധനയുടെ ഉത്ഭവം എന്ന് പറയുന്നത് നിമ്രോദ്, അതായത് നോഹയുടെ 6ാം തലമുറയിലെ നിമ്രോദ് ഈ സീനാർ മരുഭൂമിയിൽ വന്ന് അവിടെ ബാബേൽ കോട്ട പണിയുന്ന സമയം മുതൽ ഇങ്ങോട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിമ്രോദിന്റെ വിശ്വാസം ബാൽ വിശ്വാസമായിരുന്നു. നിമ്രോദ് എന്ന് പറയുന്നത് നോഹയ്ക്ക് 3 പുത്രന്മാരാണ്, ഷേം, ഹാം, യാഫേത്ത്. ഷേമിന്റെ സന്തതി പരമ്പരയെ സെമിറ്റിക് റേസ് എന്നും ഹാമിന്റെ സന്തതി പരമ്പരയെ ഹാമിറ്റിക് റേസ് എന്നും പറയുന്നു. യാഫേറ്റിക് റേസ് എന്ന് 3ാമത്തെ മകന്റെ പരമ്പരയെക്കുറിച്ച് പറയും. അതില് ഹാമിന്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ആളാണ് നിമ്രോദ്. അത് 6ാം തലമുറയിലെ ആളാണ്. അദ്ദേഹമാണ് സിനാർ മരുഭൂമിയില് ഈ ബൈബിളിൽ പറയുന്ന ബാബേൽ കോട്ട പണിയുന്നുണ്ട്, ബാബേൽ ഗോപുരം പണിയുന്നത്. യഥാർത്ഥത്തിൽ ബാബേൽ ഗോപുരം എന്ന് പറയുന്നത് ബാലിന്റെ ഒരു ആരാധനാ കേന്ദ്രമാണ്, ബാലിന്റെ ക്ഷേത്രമാണ്. ആ വിശ്വാസം യഹോവയ്ക്ക് വിരുദ്ധമായ വിശ്വാസമായി. സെമിറ്റിക് റൈസുകാർ യഹോവയിൽ വിശ്വസിച്ചപ്പോ ഹാമറ്റിക് റൈസ് ബാലിൽ വിശ്വസിക്കുന്നു, സൂര്യനിൽ വിശ്വസിക്കുന്നു. സൂര്യ നമസ്കാരികളാണ് അവിടെ നിന്ന് കിഴക്കോട്ട് യാത്ര ചെയ്യുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബാബേൽ ഗോപുരം ദൈവം ഭാഷ മണക്കി തകർത്തു എന്നൊക്കെ ബൈബിൾ പറയുന്നു. യഥാർത്ഥത്തില് യഹോവ പക്ഷക്കാരും ബാലിന്റെ പക്ഷക്കാരും തമ്മിലുള്ള മത്സരം കാരണം ഒരുപക്ഷെ യഹോവ പക്ഷക്കാര് തകർത്തതായിരിക്കണം ആ ഗോപുരം.
അതിൽ ഗോപുരം തകർന്ന ശേഷം അവർ കിഴക്കോട്ട് യാത്ര ചെയ്യും. അങ്ങനെയാണ് അവർ ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നത്. അപ്പൊ ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നത് ഹാമറ്റിക് റേസിൽപ്പെട്ടവരാണെന്ന് നമുക്ക് മനസ്സിലാകുന്നത് ബാബിലോൺ സാമ്രാജ്യത്തിലെ ആരാധനാമൂർത്തി ബാൽ തന്നെയാണ്. അപ്പൊ ഹാമറ്റിക് റേസിൽപ്പെട്ട നിമ്രോദിന്റെ ആളുകളാണ് ബാബിലോൺ സാമ്രാജ്യം സ്ഥാപിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ നിമ്രോദ് ആരാധന ബാബിലോൺ സാമ്രാജ്യത്തിലുണ്ടായിരുന്നു. ബാബിലോൺ സാമ്രാജ്യം മേദ്യ പേർഷ്യയിൽ പിടിച്ചടക്കുമ്പോൾ ആരാധനയ്ക്ക് മാറ്റം വരുന്നില്ല. ബാലാരാധന തന്നെ പേര് മാറി മറുദുക്ക് എന്നുള്ള പേര് മാറ്റി അവർ ആരാധിക്കുകയാണ്. മേദ്യ പേർഷ്യയിൽ നിന്ന് ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കാം. ഇത് പിടിച്ചെടുത്ത് മേഷ്യ പേർഷ്യയെ തോൽപ്പിച്ച് സാമ്രാജ്യം പിടിച്ചെടുത്ത് അവരുടെ സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ, ഗ്രീക്ക് സാമ്രാജ്യം സ്ഥാപിക്കുമ്പോൾ ഈ ആരാധനാമൂർത്തി സൂര്യൻ തന്നെയാണ്. പക്ഷേ അവർക്ക് രണ്ട് ഹിസ്റ്ററിയാണ്, ഏൻഷ്യന്റ് ഹിസ്റ്ററിയും മോഡേൺ ഹിസ്റ്ററിയും. ആ പുരാണ ഹിസ്റ്ററിയിലെ ചരിത്രത്തിൽ അവര് അപ്പോളോ എന്ന ബാലിന് പേര് കൊടുത്താണ് ആരാധിക്കുന്നത്. എന്നാൽ ആധുനിക ഗ്രീസില് അല്ലെങ്കിൽ മോഡേൺ ഗ്രീസില് അപ്പോളോ എന്നുള്ള പേര് മാറ്റി അവര് സിയൂസ് എന്ന പേര് കൊടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഈ സാമ്രാജ്യം, അതായത് ഗ്രീക്ക് സാമ്രാജ്യം റോമാക്കാർ പിടിച്ചടക്കുന്നുണ്ട്. റോമൻ ജനത പിടിച്ചടക്കുന്ന സമയത്ത് അവിടെയും ആരാധന ഈ മർദുക്ക് എന്നുള്ളത് മാറ്റി അപ്പോളോ എന്നുള്ളത് മാറ്റി സിയൂസ് ഒന്നുമല്ല, അവര് സിയൂസ് സ്വീകരിക്കുന്നുണ്ട്. റോമാക്കാർ ആദ്യം സിയൂസാണ് ആരാധിച്ചത്. അതേസമയത്ത് ഗ്രീസിന്റെ വടക്ക് ഭാഗത്ത് ഈ സൂര്യന് ബ്രൂമ എന്നാണ് പേര് കൊടുത്തിരുന്നത്. ബ്രുമാലിയ എന്ന് പറയുന്നത് ബ്രൂമയുടെ ജന്മദിനാഘോഷമാണ്. അതാണ് ക്രിസ്മസ് ആയിട്ട് മാറിയത്. അപ്പോ ബ്രൂമ എന്ന് പറയുന്നതും സിയൂസ് എന്ന് പറയുന്നതും അപ്പോളോ എന്ന് പറയുന്നതും മർദുക്ക് എന്ന് പറയുന്നതും എല്ലാം ഒരേ ദേവൻ തന്നെയാണ്, സൂര്യ നമസ്കാരം തന്നെയാണ്. ആ നമസ്കാരത്തിന് യാതൊരു മാറ്റവും വരുന്നില്ല. റോമാക്കാർ ആരാധിച്ചപ്പോ സിയൂസ് എന്നുള്ള പേര് മാറ്റി അവര് ജുപ്പീറ്റർ എന്ന പേര് കൊടുക്കുന്നുണ്ട്. അവരുടെ ഭാഷയിൽ ജു എന്ന് പറഞ്ഞാൽ ദേവൻ എന്നർത്ഥം, ദൈവം എന്നർത്ഥം. പീറ്റർ എന്ന് പറഞ്ഞാൽ പിതാവ് എന്നർത്ഥം. പിതാവായ ദേവൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ പേര് കൊടുത്തത്, ജുപ്പീറ്റർ എന്നുള്ള പേര് കൊടുത്തു. റോമാക്കാരുടെ കാലഘട്ടത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു പൂജാതനാകുന്നതും മറ്റും. അത് പിന്നെ ബൈബിളിലെയും ചരിത്രത്തിലെയും സത്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇവര് വീണ്ടും കിഴക്കോട്ട് യാത്ര ചെയ്യുന്നുണ്ട്. യാത്ര ചെയ്താണ് അവർ ഇറാൻ പ്രദേശത്ത് വരുന്നത്. ഇറാനിൽ വരുമ്പോഴും അവരുടെ ആരാധനയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അവർ സൂര്യ നമസ്കാരികളാണ്. ഇറാനിൽ പോലും ആരാധനയ്ക്ക് മാറ്റം വന്നിട്ടില്ല. റോമിൽ ആരാധനയ്ക്ക് മാറ്റം വന്നിട്ടില്ല. മാറ്റം ഇല്ല എന്നുള്ളതിന് ക്രിസ്ത്യാനികൾ പോലും യേശുക്രിസ്തുവിന് ശേഷം ഉണ്ടായ ക്രിസ്തുമതത്തിൽ പോലും സൂര്യ നമസ്കാരം നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ആ കാലത്ത് പണിയിച്ച പള്ളികൾ എല്ലാം പടിഞ്ഞാറോട്ട് ദർശനം വെച്ചിട്ട് ആണ് പള്ളികൾ പണിതിട്ടുള്ളത്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ പടിഞ്ഞാറ് നിന്ന് കയറി വരുന്ന ആളുകൾ മുഖം കിഴക്കോട്ട് തിരിച്ചു നിൽക്കുമ്പോൾ മുഖത്ത് 7 നിറമുള്ളൊരു കണ്ണാടിയുടെ ഒരു ചെറിയൊരു കിളിവാതിലുണ്ടാവും. അതിൽ കൂടെ സൂര്യന്റെ 7 നിഴലിൽ കാണാൻ സാധിക്കും. ആ സൂര്യനെ നമസ്കരിക്കുന്നതിന് വേണ്ടിയാണ് പള്ളിയുടെ ദർശനം പടിഞ്ഞാറോട്ട് വെച്ചിട്ട് അന്നത്തെ പള്ളികളൊക്കെ പണിത്. അപ്പോൾ ഈ ബാലാരാധന പള്ളികളിൽ പോലും നിലനിന്നിരുന്നു നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇറാനില് ദീർഘകാലം ഇവര് ഈ സൂര്യാരാധനക്കാർ വസിച്ചതിന് ശേഷമാണ് അവരവിടെ നിന്ന് നേരെ ഹിന്ദുക്കുഷ് പർവ്വതനിരകൾ കടന്ന് ഇന്ത്യയിലേക്ക് വരുന്നത്.
ഇന്ത്യയിലേക്ക് വന്നപ്പോൾ മൊഹൻജദാരോ ഹാരപ്പ പ്രദേശങ്ങളിൽ നല്ലൊരു സംസ്കാരം നിലനിൽക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. എന്നാൽ ഇവരെ സംബന്ധിച്ചിടത്തോളം യഥാർത്ഥത്തിൽ ഇവര് ഈ കൊള്ള നടത്തി രാജ്യങ്ങളും സ്ഥലങ്ങളും മുതലും മറ്റും കൈപ്പെടുത്തുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവര് ഇടയന്മാരുമായിരുന്നു. അങ്ങനെ അവരവിടെ വന്ന് മോഹൻജദാരോ ഹാരപ്പ പിടിച്ചെടുക്കുക. കഴിഞ്ഞ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ ഇന്ത്യയിൽ ഓരോ പ്രദേശങ്ങൾ ഓരോന്നായിട്ട് പിടിച്ചെടുക്കുകയാണ്. ബ്രഹ്മവർത്തം അവർ സ്വന്തമാക്കി, ആര്യവർത്തം സ്വന്തമാക്കി. ആ ഗംഗാനദീതട പ്രദേശങ്ങളെല്ലാം ആര്യവർത്തം എന്ന് പേര് കൊടുത്തു. അതേസമയത്ത് ഇവർക്ക് ഇന്ത്യക്കാരാണെങ്കിൽ ഇന്ത്യ വർത്തമെന്നോ സിന്ധു വർത്തമെന്നോ ഒന്നും അല്ല പേര് കൊടുത്തിട്ടുള്ളത്, ആര്യവർത്തം എന്നാണ്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇവര് ആര്യൻ എന്നുള്ള പദം ഇറാനിയൻ എന്നുള്ള പദത്തിൽ എപ്പോഴും ഇന്നും അവര് വിശ്വസിക്കുന്നു എന്ന്. സീനാർ മരുഭൂമിയിൽ നിമ്രോദ് ആരംഭിച്ച ബാലാരാധന എന്ന് പറയുന്നത് ആണ് തുടർച്ചയായിട്ട് അവർ സഞ്ചരിച്ച ആ പ്രദേശങ്ങളിലെല്ലാം ആചരിച്ചു വന്നത് എന്നതുകൊണ്ട് അവർ ആ ഭാഗത്തു നിന്ന് വന്നവരാണെന്ന് നമ്മൾക്ക് തീരുമാനിക്കാം. ആര്യന്മാർ ആരാണെന്നും അവർ എവിടെ നിന്നും വന്നു എന്നും ചോദിച്ച എന്റെ ചോദ്യത്തിന് സാറ് ഈ ഭൂലോകത്തിന്റെ പൗരാണിക ചരിത്രത്തിലേക്കാണ് വെളിച്ചം വീശിയത്. നമുക്ക് ഏറ്റവും അറിവുണ്ടാകുന്നതും 99% ആളുകൾക്കും അറിവില്ലാത്തതുമായ ഒരു വിവരമാണ് സാർ നമ്മുടെ മുമ്പിൽ തുറന്നു വെച്ചത്. ഈ വിവരങ്ങൾ നൽകിയതിന് സാറിന് നന്ദി പറയുന്നതോടൊപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നതുവരെ നമസ്കാരം.